അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണമല്ലോ, MBBS ഇപ്പോഴാ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു വാശിയിലാണ് ശരിക്കും ഞാൻ CMC വെല്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ അവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണ് CMC വെല്ലൂർ എന്ന് പറയുന്നത്. ശരിക്കും അത്രയധികം നന്മയിലും കരുണയിലും പരജന സേവനത്തിലും ഒക്കെ ഇങ്ങനെ ഊന്നൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ശാസ്ത്രം എന്നുള്ളതിന് ഉപരിയായിട്ട് മാനവികതയുടെ ഒരു മുഖമാണ് ശരിക്കും നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കുക. ആതുര സേവനം എന്നുള്ളതിനെ അർത്ഥവത്താക്കുന്ന ഒരിടാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കുടുംബം പോലെയാണ് എല്ലാവരും, ഞങ്ങളുടെ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഈ പറയുന്ന പോലെ പാട്ടിനായാലും ഡാൻസിനായാലും വരയ്ക്കാനായാലും എഴുതാനായാലും അഭിനയിക്കാനായാലും എല്ലാത്തിനും നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം നമ്മളായിട്ട് കുറേ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയതിന് ശേഷം പുതിയൊരു കലാരൂപം പഠിക്കുകയാണ് ശരിക്കും ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒന്നിലേക്ക് മാത്രം തളച്ചിടപ്പെടേണ്ടവരാണ് മനുഷ്യർ എന്നുള്ള ഒരു മിഥ്യാധാരണയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് ശരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുമുതലാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും IAS വരണം എന്ന് പറഞ്ഞപ്പോൾ അതേ ആർഗ്യുമെൻറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പം MBBS കഴിഞ്ഞ ശേഷമാണോ ഈ IAS എന്നൊരാഗ്രഹത്തിലേക്ക് കടന്നത്? അതെ, ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു, കൊച്ചുനാൾ മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ